ഇറാൻ ഭരണകൂടം ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനിടെ മേഖലയിൽ വലിയ കപ്പൽപ്പടയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സൈനിക ശക്തികൾ ഇറാനിലേക്ക് നീങ്ങിയതായും എന്നാൽ ഈ സംഘത്തെ ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒന്നും സംഭവിക്കാതിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്കിടയിൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തി. നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും 837 വധശിക്ഷകൾ താൻ തടഞ്ഞതായും ട്രംപ് പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. വധശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപ് ഇറാൻ അത് പിൻവലിക്കുകയായിരുന്നെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും നിരവധി ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളുമാണ് ഇറാനിലേക്ക് നീങ്ങിയത്. കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിഗണനയിലാണെന്നും US ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.